ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വ്ലോഗ് ഇട്ടിട്ട്. പിന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഹായ് ഹലോ, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? നമ്മളിവിടെ ഇന്ന് ഈ വീഡിയോ എടുക്കണമെന്ന് നല്ല മഴ. സമയം 8 മണിയാട്ടാ. ബുധനാഴ്ച വീഡിയോ ആണ്, കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അവിടുന്ന് നീച്ച് ഇവിടെ വന്ന് കിടന്ന് മദ്രസയ്ക്ക് പോയിക്കണം. മറ്റോള് രണ്ടാമത്തോള് ഇവൾക്കാണെങ്കിൽ എത്ര മണിക്കാണ് മദ്രസ പറഞ്ഞെടുത്താടി? 5:30. എന്താ അവിടുന്ന് നീച്ചിങ്ങോണ്ട് വന്ന് കിടന്ന് കൊതു അടിച്ചിട്ടോ? വേദണ്ടോ? ആസ്പത്രി പോകണ്ടോ? മുതുതലക്ക ഏ ഏ ഏ രണ്ടാള് തലങ്ങും വിലങ്ങും നല്ല ഉറക്കം. ഒരാളെ തല അവിടെ, ഒരാളെ തല ഇവിടെ. സ്കൂളുണ്ട്, സ്കൂള്. രണ്ടാമത്തെ മോളെ ഞാൻ മദ്രസയെ കൊണ്ടാക്കി വന്നിക്കുകയാണ് കേട്ടോ. അപ്പം ഉമ്മ ഇവിടെ ദോശ ചുടുന്നുണ്ട്, ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അയമോദയത്തിൻ്റെ വെള്ളമാണ്, അത് ഇക്കാക്ക് കൊടുത്തതാണ് കേട്ടോ. ഭയങ്കര വയറുവേദനയാണ്. അപ്പോൾ അതിപ്പോൾ പണി അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ചിക്കൻ കടയൊക്കെ പോയിരുന്ന പണിയൊക്കെ ഒഴിവായി പറഞ്ഞാൽ ആ കടയിൽ വേറെ ആൾ വന്നു നോക്കുമ്പോൾ ഉപ്പാൻ ഒഴിവാക്കിട്ടോ. ഇപ്പോൾ പണിയില്ല, ഇപ്പോൾ പിന്നെ പണിയില്ല, എന്നാലും വയ്യ, വയറുവേദനയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാറിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം, എന്നിട്ട് വേണം പണി അന്വേഷിക്കാൻ കേട്ടോ. ഇനി വേറെ ഇപ്പോൾ മാസങ്ങളായിട്ടൊരു മുഴ ഉണ്ട് കേട്ടോ. ആ മുഴ നല്ല വീർത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ആ മുഴ തീരെ വേദന ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ തീരെ കാണിക്കാതിരുന്നതും. ഇപ്പോൾ നല്ല വയറുവേദന ഇടക്കിടക്ക് വരുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണിച്ചിട്ട് വേണം അറിയാൻ കേട്ടോ. നമ്മളിത് രാവിലെ ദോശയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ്. പിന്നെ അരിപ്പൊടി കലക്കിയിട്ട് ഉണ്ട് പാരി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളും നല്ലോണം കഴിക്കൂട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളുണ്ട്, ചെറിയ മോള് മദ്രസയിൽ പോയിക്കുകയാണ്. മൂത്ത കുട്ടിക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് 5:30 മുതൽ രാത്രി 8 മണി വരെയാണ് മദ്രസ.
അപ്പോൾ ഇന്ന് തലേ ദിവസത്തെ മീൻ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് നമ്മൾ ഇതാണ് കേട്ടോ, ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നും കൊണ്ടുപോകലൊന്നുമില്ല. അവർക്ക് ഇടയ്ക്കൊരു തോന്നലാണ് ഇന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും കറി വെക്കാനുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ചോറും കറിയൊന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ ചട്നിയൊക്കെ ആയി. ദോശ ചൂടൽ കഴിഞ്ഞേക്ക് പിന്നെ അടുപ്പത്ത് ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഇടാനൊന്നും ആരും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടാണ് മുമ്പോട്ട് പോകാനുള്ളൊരു പ്രയോജനം കേട്ടോ, പ്രചോദനം. പിന്നെ നമ്മളെ കിണറ്റിൽ ഇതാ പൂച്ച ചാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുടിവെള്ളമൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇങ്ങനെ മഴ നിൽക്കണ കാരണം വെള്ളം ഒന്നും കാട്ടാനും പറ്റുന്നില്ല. പൂച്ച ചാടി ചത്തിട്ടുണ്ടായിരുന്നു. ചത്തിട്ടാണ് പിന്നെ എടുത്തത്. അപ്പോൾ അതാ മോള് പല്ലേക്കാനൊക്കെ നിൽക്കുകയാണ്. അവിടെ ഇരുന്ന് തിന്നെ. ഇവിടെ ഇരുന്ന് തിന്നെ. പാപ്പ തിന്നണ്ടേ? എന്താ എന്റെ കയ്യാത്ത? സ്കൂളുണ്ട്, അതൊന്നൂട്. എന്ത് നോക്കണ? എന്ത് നോക്കണ? എന്ത് നോക്കണ? നോക്കണ? തരാ, ചായ തരാട്ടാ. ചക്കൂട് ഒറ്റ കൊടുത്താള, ഒറ്റ കൊടുത്താള. ഒറ്റ കൊടുത്താള, ഒറ്റ കൊടുത്താള, ഒറ്റ കൊടുത്താള. അടിയിട്ടും പറഞ്ഞാള. വരെ അടിയിട്ടും പറഞ്ഞാള. താത്താക്ക അടിയിട്ടും പറഞ്ഞാള. സ്കൂളിൽ പോകാനുള്ളവരൊക്കെ വേൻ തിന്നോ? അവനക്കെ മാറി കൊടുത്തോണ്ട്. പിന്നെന്താ അങ്ങോട്ടും കൂടെ നടക്കണത്? ഇവിടേക്ക് താത്തല്ലേ? താത്ത താത്താണ് കേട്ടാ. അവിടെ ചിച്ചി പാത്തിയോ? ടാറ്റ കൊടുത്താ, ടാറ്റ കൊടുത്താ. ഹായ് ഹലോ പറഞ്ഞ, ഹായ് ഹലോ അസ്സലാമലൈക്കും പറഞ്ഞ. ഉറക്ക പറഞ്ഞാലേ കേക്കുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഞ്ച കുട്ടി പറഞ്ഞ, ഇഞ്ച കുട്ടി പറഞ്ഞ. ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. ഇഞ്ച കുട്ടി പറയ്. എവിടെ പല്ല്? എവിടെ പല്ല്? മൂക്കെവിടെ? കണ്ണെവിടെ? കണ്ണ് കണ്ണ് കണ്ണെവിടെ? കണ്ണ് 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 കണ്ണ്. തല എവിടെ? തല തല. മുടി എവിടെ? കൈ എവിടെ? കൈ കൈ. കാലെവിടെ? കാല് കാല എവിടെ? തൈ എവിടെ? വേണ്ട വേണ്ട വേണ്ട. എവിടെ ഉപ്പായി? ഉപ്പായി എവിടെ? ഉപ്പായി എവിടെ?
ആ എവിടെ നാവ് നാവ് എവിടെ നാവ് നാവ് കാണിച്ചു കൊടുത്താ ചെവി എവിടെ ഐസുവിന്റെ കണ്ണെവിടെ മൂക്കെവിടെ വായ എവിടെ പല്ലെവിടെ ചെവി എവിടെ തല എവിടെ തല തല മുടി എവിടെ കൈ എവിടെ കാലെവിടെ ആ അപ്പൊ എല്ലാവർക്കും നിച്ചുണ്ടല്ലേ ആ ചുണ്ട് ചുണ്ട് എവിടെ ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ചായ കുടിക്കാണ് പറ ചായ കുടിക്കാണ് തിന്നെ നേരം കഴിക്കല്ല ഞാനാ ഞാനാ എന്താ പറയണ്ടി അയച്ചു വീണാ അയച്ചു വീണാ എവിടെയാണ് ആസ്പത്രിക്ക് പോവാ കുട്ടികൾ പോയിട്ടേ ആസ്പത്രിക്ക് ചായ അല്ല ദോശ തിന്നണം ലാച്ച കുട്ടിയാ ഇരിക്ക് ഇപ്പോൾ ചോറൊക്കെ ആക്കിയിട്ട് സോയാബീൻ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ വെച്ച് കൊടുത്തിക്കണത്. പിന്നെ പപ്പടം പൊരിച്ചതും ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൊണ്ടുപോകണ്ട, ഇതെന്താ വെച്ചിക്കണ് ആവശ്യമില്ലാത്തൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. എടുക്കണാ ജന്ന കൊണ്ടുപോകണില്ല. അടി താങ്ങടി. ആ രണ്ട് കൈ തോളിലിട്ടോടും. ആ ഓർമ്മ ഉണ്ട്. ടാറ്റാ. സ്ലൈറ്റ് വാങ്ങണ്ട ഇനി. ആ ഇതെന്തെങ്ങനെ വിഗണത്? അതൊന്നായിക്ക് വെച്ചാടി. മറ്റോള് ഫ്രണ്ടിൽ നടന്നിരിക്കണം. ഓ ചക്കുടയാ എവിടെ പൊട്ടിയത്? നേരാക്കിയാ? എടാ ആരാ നേരാക്കി തന്നു? നോക്കട്ടെ. കയറ് കെട്ടിക്ക. ഇതെന്താ കെട്ടി വെച്ചിക്കണ്? കയറാ? അയ്യോ കുറച്ച് ദിവസം കൂടി അത് ഇട്. 4 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കട്ടാ. പക്ഷെ വയ്യാണ്ട് എടുക്കല്ലേ? സുഖമില്ല. എൻ്റെ കുട്ടിക്ക് ഒരടി കൊടുക്ക്. വെറുതെ കരയ്യ. ഐസുവാ എൻ്റെ കുട്ടിക്കേ ഒരടി കൊടുക്ക്. വെറുതെ കരഞ്ഞ ഐസുവിൻ്റെ ഒക്കെ വാങ്ങിത്തരാം.
സ്കൂളെത്തി. പോയി പഠിക്കുക, വെല്ലടിക്കാനായി. ജനഗണ ചൊല്ലും. അങ്ങനെ മക്കളെ സ്കൂളിൽ കായ് കൊടുത്തിട്ട് ഞാനിതാ വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തൽക്കാലത്തിന് മുതല ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്, വയറുവേദന പറയാൻ. ചെറിയ മോളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അവൾക്കും തീരെ മറ്റേ ഈ ജലദോഷവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, എന്നാലും അതിൻ്റെ ക്ഷീണം വിട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് ആശുപത്രിയിലെത്തി. അപ്പോൾ ഞങ്ങളെ വിളിച്ചേക്ക് ഡോക്ടർ ചായ കുടിക്കാൻ പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം കൂടി ഡോക്ടറെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് എത്തി. മുഴയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വയറുവേദന മുഴ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ വയറുവേദനയുടെ കാര്യം പറഞ്ഞ്, അപ്പോൾ അതിനുള്ള ഗുളികയും ഗ്യാസിൻ്റെ ഗുളികയൊക്കെ തന്നിട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മുഴ വേദന ഇല്ലാത്ത കാരണമാണ് അതിനെ പറ്റിയിട്ട് ഇതാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇത്രയാണ് കേട്ടോ വ്ളോഗ് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആരും ലൈക്ക് ചെയ്യാതെ കാണരുത്, എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.